വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 15-ാം തീയതി 10-ാം മാസം 2025 ഒക്ടോബർ മാസം രാവിലെ 7:40 ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച നമുക്ക് ദീപാവലിയൊക്കെ ഉണ്ട്. സോ എല്ലാവരും ഗ്രീനിൽ ക്ലോസ് ചെയ്യണം എന്ന് ആശംസിക്കുകയാണ്. എല്ലാ ദിവസവും ഗ്രീനിൽ ക്ലോസ് ചെയ്യണം. അതും ഈ ആഴ്ചയൊക്കെ നല്ല ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് നല്ല ട്രേഡുകൾ എൻട്രി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ആ വിജയത്തിൽ സന്തോഷിക്കുക. ഓക്കെ, ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂഷൻ ചാർട്ടാണ്. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദീപാവലിക്ക് മുന്നേ ഈ ആഴ്ച തന്നെ, അതായത് ഈ വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ തന്നെ 25,465 മുകളിൽ ഒരു ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ദീപാവലി 25,800 അല്ലെങ്കിൽ 26,000 ലെവലിലോട്ട് നിഫ്റ്റി ഫ്യൂച്ചർ പോകുന്നത് നമുക്ക് ഒരു യാത്ര പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. മുകളിലോട്ടുള്ള ഒരു യാത്ര പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ തിരിച്ച് ബാക്കിലോട്ട് പോയിട്ട് ഒന്നുകൂടെ കേൾക്കുക. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 140 രൂപയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ എത്ര എഫക്റ്റീവായിട്ടാണ്, എത്ര ഉഗ്രനായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ലൈവ് മാർക്കറ്റിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി. സിംഗിളായിട്ടുള്ള ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. ഇന്നലെ രാവിലെ DK നടന്നു. കാര്യത്തിൽ ഈ പറയുന്ന പോയിൻ്റ് ഓഫ് കൺട്രോൾ ഏകദേശം അന്നത്തെ ഡേ ഫുള്ളായിട്ടും ATMൽ വരുമ്പോൾ എല്ലാ ATM സ്ട്രൈക്കിലും ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ വന്നതിന് ശേഷമാണ് കൊടുക്കൽ വാങ്ങൽ നടന്നതിന് ശേഷം ഏത് ഡയറക്ഷനിൽ പോകണോ ആ ഡയറക്ഷനിലോട്ട് ആരാണോ അതിനകത്ത് വിൻ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ റെഗുലറായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഇന്നലെ DKI 56 രൂപയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നിട്ട് രാവിലെ വീഡിയോയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. 325 മുകളിൽ നിന്നാൽ മാത്രമേ കാൾ സെല്ലർ പേടിക്കുകയുള്ളൂ. അപ്പോൾ അവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലോജിക്കലി കാൾ സെല്ല് ചെയ്ത ആൾക്കാർ ബൈ ചെയ്യണം എന്നുള്ള റൂള്. ആ ബൈ ചെയ്യുമ്പം നിഫ്റ്റി ഫ്യൂച്ചർ മുകളിലോട്ട് പോകും എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ഡിസ്കഷൻ. ഇന്നലെ കണ്ടോ, ആദ്യത്തെ അരമണിക്കൂറിൽ പോലും 25,325 അവിടെ നിഫ്റ്റി ഫ്യൂച്ചറിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഒബ്സർവേഷൻ ഓപ്പൺ = ഹൈ ആയിരുന്നു. പിന്നെ ലൈവായിട്ടുള്ള ഒരു ചില ഒബ്സർവേഷൻ നമ്മൾ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈവായിട്ട് ഇത് നോക്കൂ, ഇത് ചെയ്യൂ, ഇത് ഒബ്സർവ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ലൈവായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ചെയ്താൽ തന്നെ ഏകദേശം ഒരു 80% വിന്നിങ് പ്രോബബിലിറ്റി അതിനകത്ത് ഉണ്ടാകും. ബൈ സെൽ റെക്കമെൻഡേഷൻ കൊടുക്കാറില്ല, പക്ഷേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് രാവിലെ ഈ 56 രൂപ എന്ന് പറയുന്നത് DKI 46 രൂപയായി. 56 രൂപ എന്ന് പറഞ്ഞ ആ പോയിൻ്റ് ഓഫ് കൺട്രോൾ പ്രീമിയം DK ആയിട്ട് 46 രൂപയായിട്ട് മാറി. അതും കൊടുത്തിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, 25,200ൻ്റെ പുട്ട്, 25,200ൻ്റെ പുട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് എന്നത്. ആദ്യം അത് ബ്രേക്കൗട്ട് ചെയ്തു. എന്നിട്ട് നേരെ അത് പ്രീമിയം നല്ല ഗ്രോത്തിലോട്ട് പോയി. വീണ്ടും തിരിച്ചൊരു ഇന്നലെ എക്സ്പയറി ആയതുകൊണ്ട് നല്ല മെൽട്ടായി പ്രീമിയം. എന്നിട്ട് വീണ്ടും 25,200 46 രൂപ എന്ന് പറയുന്ന പ്രൈസ് ലെവലിൽ വന്നപ്പം അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് നല്ലൊരു അപ്പ് മൂവ് കിട്ടി. സോ ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് 25,200. അതായത് 25,200 ഇന്നലത്തെ സ്ട്രൈക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര ക്ലോസ് ആയി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അതിനകത്ത് മനസ്സിലാവും. സോ ഇതാണ് ലെവൽസ്. ഈ ലെവൽസൊക്കെ വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇത് ഫ്യൂച്ചറിൻ്റെ ആണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൻ്റെ ലെവൽസിലാണ് നമ്മൾ ഇവിടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാര്യത്തിൽ നിഫ്റ്റി എല്ലാ പ്രൊഡക്റ്റും, എക്സ്പെഷ്യലി നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, പിന്നെ എല്ലാത്തിൻ്റെയും ഡെറിവേറ്റീവ്സിലുള്ളത് സ്റ്റോക്കിൽ മാത്രമാണ് സ്പോട്ടിലും വർക്കാകുന്നത്, ഫ്യൂച്ചറിലും വർക്കാകുന്നത്. പക്ഷേ അതേസമയം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഇൻഡെക്സിൽ ആരും വാങ്ങിക്കാനോ വിൽക്കാനോ പറ്റില്ല. അപ്പോൾ അതിന് പകരം ഒരു ഹെഡ്ജിങ് ടൂളായിട്ട് ആണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ ലെവലുകളൊക്കെ നോക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.